ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഈ ഒരു കൂട്ടായ്മയിൽ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വിമല ഹൃദയ പ്രതിഷ്ഠ, പരിശുദ്ധ അമ്മയ്ക്കുള്ള പൂർണ്ണമായ സമർപ്പണം വളരെ വളരെ പ്രാധാന്യമേറിയതാണ്. ട്രൂ ഡിവോഷൻ ടു മേരി, യഥാർത്ഥ മരിഭക്തി എന്ന പുസ്തകത്തിൽ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട്, വലിയ മരിഭക്തനായ വിശുദ്ധൻ, ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നി പറയുന്നുണ്ട്. വീണ്ടും സഭാപിതാവായ വിശുദ്ധ ഇഗ്നേഷ്യസ് പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തെയും അനുസരണത്തെയും ഒക്കെ നമ്മളോട് പറയുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ നമുക്കും ഈശോയിലേക്ക് വളരുവാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്നാൽ ആത്യന്തികമായി നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു തുടക്കമെന്നത് അത് യേശു ക്രിസ്തുവുമായിട്ടുള്ള കണ്ടുമുട്ടലിലൂടെയാണ്. ഒരു പേഴ്സണൽ എൻകൗണ്ടർ, വ്യക്തിപരമായ ദൈവാനുഭവം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വിശ്വാസ ജീവിതം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ നമ്മൾ വളരെ ചെറുപ്പത്തിൽ മാമോദീസയിലൂടെ ആരംഭിച്ചു എങ്കിലും ഒരു ശരിക്കും നമ്മുടെ ആ ഒരു യേശുവിനുള്ള ജീവിതം നമ്മൾ തുടങ്ങുന്നത് അത് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന വ്യക്തിപരമായ ദൈവാനുഭവമാണ്. ആ പേഴ്സണൽ എൻകൗണ്ടറാണ്. വ്യക്തിപരമായ ഒരു ദൈവാനുഭവം നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് യേശു ഒരു ജീവിക്കുന്ന ദൈവമാണെന്നും ആ ദൈവം ഇന്നും എൻ്റെയും എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൽ ഇടപെടുമെന്നും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. നമ്മൾ ഈ ഒരു വലിയ ഭക്താഭ്യാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ആ ഒരു ദൈവാനുഭവത്തെ നമുക്ക് ഉജ്ജ്വലിപ്പിക്കാനായി പ്രാർത്ഥിക്കാം. ചിലപ്പോൾ പല കാരണങ്ങളാൽ നമ്മുടെ ആ ഒരു വ്യക്തിപരമായ ദൈവാനുഭവം ഒരുപക്ഷെ അത് മങ്ങിപ്പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തീക്ഷ്ണത, അതിൻ്റെ ആ ഒരു തീവ്രതയൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടാകാം. ഇതുതന്നെയാണ് നമ്മൾ ആ ഒരു കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്തരമൊരു വ്യക്തിപരമായ ആ ദൈവാനുഭവത്തിലൂടെ നമ്മൾ തുടങ്ങുന്ന വിശ്വാസ ജീവിതം പിന്നീട് അങ്ങോട്ട് നമുക്ക് ക്രിസ്തുവിലേക്കുള്ള ഒരു വളർച്ചയാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അനുകരിച്ചുള്ള ഒരു ജീവിതമാണ്, അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്തുവായി മാറുക, ആ ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരാകുക, നമ്മുടെ വിശുദ്ധിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുക, വിശുദ്ധിയിലൂടെ നമ്മൾ നടന്നു നീങ്ങുക. ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം എന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജീവിതവും പരിശുദ്ധ അമ്മയുടെ സഹായവും മധ്യസ്ഥവും ഒക്കെ തിരിച്ചറിയുക, തേടുക, അതിലൂടെ ചരിക്കുക. ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പരിശുദ്ധ അമ്മയോടും ഈശോയെ മനസ്സിലാക്കിയ, ഈശോയെ ഗ്രഹിച്ച, ഈശോ കാട്ടിത്തന്ന വഴികളിലൂടെ നടന്ന മറ്റൊരു വ്യക്തി ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മയോടും ഉത്തമയായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യയായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ശിഷ്യനായിട്ട് നമുക്ക് മറ്റാരെയും കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ അമ്മയുടെ സഹായം നമുക്ക് വളരെ വളരെ ആവശ്യമാണ്. മത്തായി സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ അവിടെ ജ്ഞാനികളെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ഈ ജ്ഞാനികൾ വളരെയേറെ ദൂരത്തു നിന്ന് കടന്നു വന്നവർ, ഈശോയെ തേടി, ഈശോയുടെ ആ ഒരു ജനനം കാണാൻ വേണ്ടി, ഈശോയുമായി കണ്ടുമുട്ടാൻ വേണ്ടി അവർ കടന്നു വന്നപ്പോൾ അവിടെ വചനം പറയുകയാണ്, അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തുവെന്ന്. സുവിശേഷകൻ അവിടെ അങ്ങനെ അപ്രകാരം പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി എഴുതി വച്ചിരിക്കുന്നത് ചുമ്മാ എന്തെങ്കിലും എഴുതാൻ വേണ്ടി ഒരു വാക്കല്ല, മറിച്ച് അത് വളരെ ഒരു ആത്മീയ അർത്ഥമുള്ള, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഗ്രഹിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഒരു സുവിശേഷത്തിൻ്റെ മർമ്മമാണത്. ഭവനത്തിൽ പ്രവേശിച്ചു, ആ ഭവനത്തിൽ അവർ യേശുവിനെ കണ്ടുമുട്ടിയത് പരിശുദ്ധ അമ്മയോട് ഒപ്പമാണ്. അപ്പോൾ അങ്ങനെയാണ് ജ്ഞാനികൾക്ക് ഒരു യേശു അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ, അങ്ങനെയാണ് ജ്ഞാനികൾ യേശുവിനെ കണ്ടുമുട്ടിയെങ്കിൽ, ഞാനും നിങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ കണ്ടുമുട്ടുന്നത് അത് പരിശുദ്ധ അമ്മയോട് ചേർന്നായിരിക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ യേശുവിനെ കണ്ടുമുട്ടിയാൽ ആ അമ്മ നമ്മളെ വിശ്വാസത്തിൽ വളരുവാനായിട്ട് സഹായിക്കും. പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള വിശ്വാസ വളർച്ച. നമ്മൾ പലപ്പോഴും ബൈബിളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വിശ്വാസികളുടെ പിതാവ് അബ്രഹാമാണ്. വീണ്ടും
വലിയ വിശ്വാസ വീരന്മാരെ കുറിച്ച്, ഏലിയായെ കുറിച്ചും മോശയെ കുറിച്ചും അതുപോലെ മറ്റു പ്രവാചകന്മാരെ കുറിച്ചും അതുപോലെ രാജാക്കന്മാരെ കുറിച്ചും ഒക്കെ വലിയ വിശ്വാസ വീരന്മാരെ കുറിച്ചെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവരാരും വിശ്വാസത്തിന്റെ കാര്യത്തിൽ പരിശുദ്ധ അമ്മയോളം ഒരിക്കലും നമുക്ക് ചൊല്ലം ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനം ഇവരെക്കാളെല്ലാം ശ്രേഷ്ഠമാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ സ്ഥാനത്താണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ലൂക്കാ സുവിശേഷം 1:38 നമ്മൾ കാണുന്നുണ്ട്. അവിടെ പരിശുദ്ധ അമ്മ ദൂതന്റെ വാക്ക് കേട്ടപ്പോൾ പറയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ ഇതിൽ ഭവിക്കട്ടെ എന്ന്. നമുക്കറിയാം ആ ഒരു വാക്ക് പരിശുദ്ധ അമ്മ അപ്രകാരം പറയുമ്പോൾ ദൂതൻ കൊടുത്ത ആ സന്ദേശത്തിന്റെ അതിന്റെ ഒരു വലിയ ഭവിഷ്യത്ത്, അല്ലെങ്കിൽ ഒരു യഹൂദകന്യകയായ തന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചും അപമാനത്തെക്കുറിച്ചും ദുരിതത്തെക്കുറിച്ചും ഒക്കെ അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്ര നിസ്സാരപ്പെട്ട കാര്യങ്ങൾ ദൂതൻ പറഞ്ഞത്. എന്നിട്ടും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം അത് അമ്മയെ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക്, നീ എന്താണ് ദൈവത്തിന്റെ ഇടം, എന്താണ് ദൈവത്തിന്റെ വാക്ക്, അത് എങ്കിൽ നിറവേറട്ടെ എന്ന് പറയാൻ തക്ക രീതിയിൽ പരിശുദ്ധ അമ്മയുടെ ആ ഒരു വിശ്വാസം അവിടെ അമ്മ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ പരിശോധിക്കുമ്പോൾ വിശ്വാസ മേഖലയിൽ വലിയ വെല്ലുവിളിയുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സഭാത്മകമായ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ. ഞാനതൊക്കെ പറയുമ്പോൾ ഈ ഒരു നാളുകളിൽ പലപ്പോഴും പല മാതാപിതാക്കളെ കണ്ടുമുട്ടിയപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയുകയാണ്, മക്കൾക്ക് വിശ്വാസമില്ല, കുടുംബ പ്രാർത്ഥനയില്ല, കുടുംബത്തിൽ വിശ്വാസമില്ല. ഇനി പല കുടുംബങ്ങളും വിശ്വാസമില്ലാത്ത കാരണം തകർന്നു പോകും. അങ്ങനെ വിശ്വാസത്തിന് എല്ലായിടത്തും വലിയ വെല്ലുവിളികൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ നിങ്ങൾ കടന്നു പോവുകയാണ്. അപ്പൊ അങ്ങനെ അപ്രകാരം വിശ്വാസത്തിന്റെ വലിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ നമുക്ക് വിശ്വാസത്തിന്റെ ഉത്തമ മാതൃകയായ, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാതൃകയായ സഭാപിതാക്കന്മാരെല്ലാവരും ഒന്നൊന്നും പറയുന്ന വിശ്വാസത്തിന്റെ മകുടമായ ഈ പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് വളരെയേറെ ആവശ്യമാണ്. ഞാനത് പറയുമ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം നോക്കുകയാണ്. കൊറോണ കാലഘട്ടത്തിൽ ഞാൻ ഡൽഹിയിൽ നാട്ടിലേക്ക് വന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ. പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ സാധിച്ചില്ല. കാരണം അപ്പോഴത്തേക്കും എല്ലായിടത്തും എല്ലാം കൂട്ടപ്പെട്ടു, അടയ്ക്കപ്പെട്ടു. അല്ലെങ്കിൽ ഒരു ക്വാറന്റൈൻ മോഡലിൽ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. അല്ലെങ്കിൽ നമുക്ക് ഒരു വാഹനങ്ങൾ ലഭിക്കുന്നില്ല, ഒരു കടകൾ തുറക്കപ്പെടുന്നില്ല. നമ്മുടെ ചടനം എല്ലാം കംപ്ലീറ്റ് അടയ്ക്കപ്പെട്ട അവസ്ഥ. അങ്ങനെ 1-2 ദിവസമല്ല, 1.5 വർഷക്കാലം നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അതൊരു പ്രത്യേകമായ വിശ്വാസത്തിന്റെ വെല്ലുവിളി നേരിട്ടൊരു കാലഘട്ടമായിരുന്നു. കാരണം ശുശ്രൂഷയില്ല, കൂട്ടായ്മ പ്രാർത്ഥനയില്ല, മറ്റൊന്നുമില്ല. വീട്ടിൽ തന്നെയായിരുന്നു നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മുടെ വിശ്വാസകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ട ഒരു പ്രത്യേകമായ കാലഘട്ടം. എന്നാൽ പ്രിയമുള്ളവരെ, ആ നാടുകളിൽ എനിക്ക് കുറച്ച് പറയാൻ സാധിക്കും. ജപമാല പ്രാർത്ഥന, പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ആ പ്രാർത്ഥന, അമ്മയുടെ മധ്യസ്ഥം വഴിയായുള്ള പ്രാർത്ഥന വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാൻ സഹായിച്ചു. കാരണം നമുക്ക് മറ്റൊരു ശുശ്രൂഷയോ പ്രാർത്ഥനയോ ഒന്നുമില്ല. പലപ്പോഴും ഒരു ശൂന്യതയുണ്ട്. കാരണം നമുക്ക് പുറത്തെവിടെയും പോകത്തില്ല, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പോകത്തില്ല, നമുക്ക് ആരുടെ ഒരു കൂട്ടായ്മയില്ല. പലപ്പോഴും നമുക്ക് വിശുദ്ധ കുർബാന തന്നെ കിട്ടാൻ വളരെ പ്രയാസമുള്ള ഒരു പ്രത്യേകമായ അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഈ ജപമാലയിൽ പിടിച്ചുള്ള ആ പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന, പരിശുദ്ധനോട് ചേർന്നുള്ള പ്രാർത്ഥന, അത് ഒരുപാട് എൻ്റെ വിശ്വാസ ജീവിതത്തെ, എനിക്ക് ഉറപ്പുണ്ട് എല്ലാവരുടെയും വിശ്വാസ ജീവിതത്തെ അത് വളരെ സഹായിച്ചു എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു ഭക്തിയെക്കുറിച്ചും പരിശുദ്ധ അമ്മയോടുള്ള ആദരവിനെക്കുറിച്ചും പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ചും നമ്മുടെ സ്പിരിച്വാലിറ്റിയിലുള്ള ആ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങൾ പൊങ്ങി വരുന്നൊരു കാലഘട്ടമാണ്. അതിന് കാരണവുമുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ യേശുവിൽ ശക്തരാണ്. അതിനറിയാമത്, അത് നരകത്തിനറിയാം. അത് കാരണം തന്നെ പലപ്പോഴും പരിശുദ്ധ അമ്മയിലുള്ള നമ്മുടെ വിശ്വാസത്തെ പലപ്പോഴും മനസ്സിലാക്കാൻ നമ്മൾ പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്ന് നമ്മൾ ഈശോയിൽ ആശ്രയിക്കുന്നതിന് നിരുത്സാഹപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകും. എന്നാൽ നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബവും ഒരു വിശ്വാസമൂഹവും ഒരു വിശ്വാസം പരാജയപ്പെടുകയില്ല. നമുക്ക് നമ്മുടെ ആത്മീയജീവിതം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.